ഓക്കെ, നേരം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ലൈൻസ് വരെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അതിന്റെ കേസിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ലൈനിന്റെ കേസിലും ഡയമെൻഷനിങ്ങിന്റെ കേസിൽ നമുക്ക് ലൈൻസിന്റെ കേസിൽ വരുന്ന സമയത്ത് ഓരോന്നിന്റെയും കേസിലുള്ള തിക്നെസ് ഇമ്പോർട്ടന്റ് ആണ്. ലൈൻ തിക്നെസ് നമ്മൾ വരയ്ക്കുന്ന സമയത്തുള്ള ലൈനിന്റെ തിക്നെസ് ഇല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തോണം. വന്നിട്ട് ടൈപ്പ് എ വരുന്ന സമയത്ത് ഇതിന്റെ കേസിൽ വന്നിട്ട് ഈ ഒരു കേസോടെ നോട്ട് ചെയ്തോണം എല്ലാവരും. 1 mm ആയിരിക്കും അതിന്റെ കേസിൽ വരുന്ന തിക്നെസ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ വരുന്ന സമയത്ത് ലൈൻ വരയ്ക്കുന്ന അതിന്റെ തിക്നെസ് വന്നിട്ട് 0.3 mm ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡിന്റെ കേസിൽ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് വരുന്ന സമയത്ത് 0.6 mm ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിന്ന് സിക്സാഗ് വരുന്ന സമയത്ത് സിക്സാഗിന്റെ കേസിൽ വന്നിട്ട് 0.2 mm ആയിരിക്കും വരുന്നതിന്റെ തിക്നെസ്. അതുപോലെ തന്നെ ഡാഷ്ഡ് തിക്കും തിന്നിന്റെയും കേസിൽ രണ്ടിന്റെയും കേസിൽ വന്നിട്ട് 0.5 mm ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ചെയിൻ തിൻ ലൈനിന്റെ കേസിൽ വന്നിട്ട് 0.25 mm ആയിരിക്കും വരുന്നത്. 0.25 mm ആയിരിക്കും വരുന്നത്. ഓരോന്നിന്റെയും കേസിലുള്ള തിക്നെസ് കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിന്റെ അതിൽ ബാക്കിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, ഹാച്ചിങ്ങിന്റെ കേസിൽ നോക്കിയിട്ട് പറഞ്ഞോന്ന്. ഹാച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതായിരുന്നു? ഹാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് 2H ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഓർത്തോണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാണ് ലെറ്ററിങ്. ലെറ്ററിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് ലെറ്ററിങ്ങിന്റെ IS കോഡ് വന്നിട്ട് IS 9009 ആയിരിക്കും വരുന്നത്. വർഷം ഇമ്പോർട്ടന്റ് അല്ല, വർഷം നമുക്ക് 2006 റിവൈസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഒക്കെ വിട്ടേര്. ഈ ഒരു കേസ് പഠിച്ചു വെച്ചോണം. IS 9609 ആയിരിക്കും ലെറ്ററിങ്ങിന്റെ കേസിലുള്ള വന്നിട്ട് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിന്റെ കേസിലുള്ള ഇത് വരുന്നത്, IS കോഡ് വരുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മള് ലെറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ ന്യൂമറിക്കൽസും ഒക്കെ വന്ന് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും, ഓർത്തോണം. ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറിക്കൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ്. നമ്മുടെ അതിന്റെ ഹൈറ്റ്, നമ്മൾ എത്ര ഇതിലെ ഹൈറ്റിലാണ് എഴുതുന്നത് എന്നതിന്റെ ബേസിലായിരിക്കും നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു കേസ്. ലെറ്റേഴ്സും ന്യൂമറിക്കൽസ്, അതായത് നമ്മളിപ്പം ഡ്രോയിങ്ങിന്റെ അകത്തിലൊക്കെ ഓരോന്ന് എഴുതത്തില്ലേ, അതുപോലെ തന്നെ ഡിജിറ്റ്സ് ഒക്കെ എഴുതത്തില്ലേ, ന്യൂമറിക്കൽസ് ഒക്കെ എഴുതുന്നതിന്റെ കേസിൽ അതിന്റെ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും ഏത് ടൈപ്പ് ലെറ്റർ ആണ് എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് നമ്മൾ ഇംഗ്ലൈൻഡ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഇംഗ്ലൈൻഡ് ലെറ്റേഴ്സ് എഴുതുന്ന സമയത്ത് ഓർത്തോണം, നമ്മൾ വന്നിട്ട് ഇപ്പം ഇതാണെങ്കിൽ നമ്മളിങ്ങനെ ചരിച്ചല്ല ഇംഗ്ലൈൻഡ് ലെറ്റേഴ്സ് എഴുതുന്നത്, വന്നിട്ട് വെർട്ടിക്കലുമായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ വന്നിട്ട് വെർട്ടിക്കലുമായിട്ട് 15 ഡിഗ്രിയും അതുപോലെ തന്നെ ഹൊറിസോണ്ടലുമായിട്ട് വന്നിട്ട് 75 ഡിഗ്രിയിലും ആയിരിക്കും എഴുതുന്നത്. വിത്ത് ഹൊറിസോണ്ടലി യോജിക്കുന്ന സമയത്ത് ഇംഗ്ലൈൻഡ് ലെറ്റേഴ്സ് വന്നിട്ട് വിത്ത് ഹൊറിസോണ്ടലുമായിട്ട് 75 ഡിഗ്രിയും വെർട്ടിക്കലുമായിട്ട്, ക്വസ്റ്റ്യന്റെ അതിൽ വെർട്ടിക്കലാ മെൻഷൻ ചെയ്തെന്നുണ്ടെങ്കിൽ 15 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ആ ഒരു കേസും ഓർത്തോണം. ഇംഗ്ലൈൻഡ് ലെറ്റേഴ്സ് ആർ ഡ്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി ടുവേർഡ്സ് റൈറ്റ് സൈഡ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ സൈഡ്, അല്ലെങ്കിൽ വന്നിട്ട് ഹൊറിസോണ്ടലുമായിട്ട് വരുന്ന സമയത്ത് 75 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ നമ്മൾ ലെറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്? ലെറ്ററിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ H ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഒരു കേസും ഓർത്തോണം. അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ ലെറ്ററിങ്ങിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മൾ ഹൈറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെറ്ററിങ് വന്നിട്ട് 2 ടൈപ്പ് ഉണ്ട്. ലെറ്ററിങ് A ടൈപ്പും ഉണ്ട്, B ടൈപ്പും ഉണ്ട്. അതായത് നമ്മൾ അതിനെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A ടൈപ്പ് ലെറ്റേഴ്സിനെ വന്നിട്ട് D = H/14 വെച്ചിട്ടായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ B ടൈപ്പ് വരുന്ന സമയത്ത് D = H/10 വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. A ടൈപ്പ് ലെറ്റർ വരുന്ന സമയത്ത് 14 ആയിരിക്കും വരുന്നത്, B ടൈപ്പ് ആവുന്ന സമയത്ത് 10 ആയിരിക്കും വരുന്നത്. ഈ ഒരു കേസ് ഓർത്തോണം. ഇത് വെച്ചിട്ട് നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഓരോന്നിന്റെയും കേസിൽ പറയും, സ്പേസിംഗും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. A ടൈപ്പ് ആവുന്ന സമയത്ത് 14ഉം B ടൈപ്പ് ആവുമ്പോൾ 10ഉം ആയിരിക്കും വരുന്നത്. ഈ ഒരു കേസ് ഓർത്തോണം. ഇത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതുപോലെ തന്നെ സ്പേസിംഗ് ഓഫ് ലെറ്ററിന്റെ കേസിൽ വരുന്ന സമയത്ത് അതിന്റെ IS കോഡ് വന്നിട്ട് IS 19609 ആയിരിക്കും വരുന്നത്. ഈ IS കോഡൊക്കെ നോക്കി വെച്ചോണം, ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആ ഒരു കേസ് ഓർത്തോണം. IS
609 ആയിരിക്കും വന്നിട്ട് സ്പേസിംഗ് ഓഫ് ലെറ്റേഴ്സിന്റെ കേസിൽ വരുന്ന IS കോഡ്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിന്റെയും കേസിലുള്ള അതായത് തിക്നെസ് ഓഫ് ലൈന്, മിനിമം സ്പേസിങ്, അതുപോലെ തന്നെ ബേസ് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ലെറ്ററിങ്ങിന്റെ ഹൈറ്റ്, അതുപോലെ തന്നെ ലോവർ കേസിന്റെ ഹൈറ്റ്, അതൊക്കെ അതിന്റെയൊക്കെ കേസിലുള്ള ഇതും കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇതും പഠിച്ചു വെച്ചോണം. ഇതെല്ലാം ചോദിക്കുന്നതാണ്, ഓർത്തോണം. ഇത് കാണാനുള്ള ഇക്വേഷൻ ആണ് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടൈപ്പ് എ ടൈപ്പ് ലെറ്റർ ആകുമ്പോൾ H/14 ബി ടൈപ്പ് ആവുന്ന സമയത്ത് H/10 ആയിരിക്കും വരുന്നത്. അതായത് ലെറ്ററിങ്ങിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആവുന്ന സമയത്ത് ഹൈറ്റ് ഇൻ ക്യാപിറ്റൽസ് വരുന്ന സമയത്ത് H കാണാൻ, അതായത് നമ്മുടെ ഈ ഒരു എഴുതുന്ന ഈ ഒരു ലെറ്ററിന്റെ ഹൈറ്റ് ഇല്ലേ, ഇതാണ് H. ഇത് കാണാനുള്ള ഇക്വേഷൻ ആണ് വന്നിട്ട് എ ടൈപ്പ് ലെറ്ററിന്റെ കേസിൽ വന്നിട്ട് 14/14 H അതുപോലെ തന്നെ ബി ടൈപ്പ് ലെറ്റേഴ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ ഹൈറ്റ്, ആ ലെറ്ററിന്റെ ഹൈറ്റ് കാണുന്നത് വന്നിട്ട് 10/10 H വെച്ചിട്ടുമായിരിക്കും കാണുന്നത്. ഇത് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. ഒരുപാട് തവണ റീസെന്റ് എക്സാംസിന്റെ കേസിൽ, കഴിഞ്ഞൊരു വർക്ക് സൂപ്രണ്ടിന്റെ കേസിലും ചോദിച്ചാണ് ഈ ഒരു കേസ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ലോവർ കേസ് വരുന്ന സമയത്ത് വിത്തൗട്ട് സ്റ്റെം അല്ലെങ്കിൽ ടെയിൽ ആവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കേസിൽ വന്നിട്ട് ഇതാണ് ലോവർ കേസ് സ്മാൾ ലെറ്റേഴ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ ഹൈറ്റ് കാണാനായിട്ട് ഉള്ള ഇതാണ് വരുന്നത്. വന്നിട്ട് എ ടൈപ്പ് ലെറ്റേഴ്സിന്റെ കേസിൽ വന്നിട്ട് 10/14 H അതുപോലെ തന്നെ ബി ടൈപ്പിന്റെ കേസിൽ 7/10 H ആയിരിക്കും വരുന്നത്. ലോവർ കേസ് ലെറ്റേഴ്സിന്റെ കേസിൽ അതിന്റെ ഹൈറ്റ് കാണാനുള്ളത്. അതുപോലെ തന്നെ സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ്, അതായത് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് വന്നിട്ട് ഇപ്പം ഇതൊരു ലെറ്റർ ആണ്, ഇത് വേറെ ലെറ്റർ ആണ്, രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ, അതാണ് സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് കാണാനായിട്ട് വരുന്ന ഉള്ള ഇതാണ് വന്നിട്ട് 2/14 H ആയിരിക്കും എ ടൈപ്പിന്റെ കേസിൽ. ബി ടൈപ്പിന്റെ കേസിൽ വരുന്ന സമയത്ത് 2/10. 10 വരുന്ന സമയത്ത് ബിയും 14 വരുന്ന സമയത്ത് എയും ആണ്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ ബേസ് ലൈൻ വരുന്ന സമയത്ത് നമ്മുടെ ഇത്, അതായത് നമ്മൾക്കിപ്പം ഇതൊരു സെന്റൻസ് ആണ്, അതുപോലെ തന്നെ തൊട്ട് താഴത്തെ ഇതാണ് ഇത്. ഇത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുന്നതാണ് ബേസ് ലൈൻ്റെ ഇത്, സ്പേസിംഗ് ബിറ്റ്വീൻ ബേസ് ലൈന്. അതായത് ഇവിടെ പോയേക്കുന്ന ഈ ഒരു ലെറ്റർ, ഈ ഒരു ലൈനിൽ പോയേക്കുന്ന ലെറ്ററും തൊട്ട് താഴത്തെ കേസിലുള്ള ഇതും, ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഇതിനെ പറയുന്നതാണ് സ്പേസിംഗ് ബിറ്റ്വീൻ ബേസ് ലൈന്. ഇത് കാണാനുള്ള ഇക്വേഷൻ ആണ് 20/14 H ബി ടൈപ്പിന്റെ കേസിൽ 14/10 H. അതുപോലെ തന്നെ മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ വേർഡ്സ്, അതായത് നമുക്ക് ഇതൊരു വേർഡാണ്, ISO ഒരു വേർഡാണ്, 80 അടുത്ത വേർഡാണ്, അല്ലെങ്കിൽ ലെറ്ററിങ് ഒരു വേർഡാണ്, ഹൈറ്റ് ഒരു അടുത്ത വേർഡാണ് അല്ലേ. ഇത് തമ്മിലുള്ള സ്പേസിങ്ങിനെ പറയുന്നതാണ് മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ വേർഡ്. അത് വരുന്ന സമയത്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് വന്നിട്ട് എ ടൈപ്പിന്റെ കേസിൽ 6/14 H അതുപോലെ തന്നെ ബി ടൈപ്പിന്റെ കേസിൽ 6/10 H ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, തിക്നെസ് ഓഫ് ലൈന്, അതായത് നമ്മൾ എഴുതുന്ന ആ ലെറ്ററിന്റെ കേസിലുള്ള ഈ ലെറ്ററിന്റെ തിക്നെസ് ഇല്ലേ, ഇപ്പൊ നമ്മൾ ഈ ഒരു ജെ എഴുതിയെന്നുണ്ടെങ്കിൽ ആ ജെയുടെ ഇതിന്റെ തിക്നെസ്, അതാണ് തിക്നെസ് ഓഫ് ലൈന്. അത് വരുന്ന സമയത്ത് അത് കാണാനുള്ള ഇതാണ് എ ടൈപ്പിന്റെ കേസിൽ 1/14 H അതുപോലെ തന്നെ ബി ടൈപ്പിന്റെ കേസിൽ 1/10 H. ഇതാണ് കഴിഞ്ഞ എക്സാമിന്റെ കേസിൽ ചോദിച്ചത്. ക്ലിയർ ആണോ ഇത്രയും? കാണാതെ പഠിക്കേണ്ടുന്ന കേസാണ്, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗോത്തിക് ലെറ്റേഴ്സ് ഉണ്ട്, അതായത് നമ്മൾ ഈ സ്റ്റെമ്മിന്റെ തിക്നെസ് കൂട്ടി എഴുതത്തില്ലേ, അതായത് മെയിൻ ടൈറ്റിൽ ഡ്രോയിങ്ങിന്റെ ഒക്കെ കേസിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ എഴുതുന്നതിനെ പറയുന്നതാണ് ഗോത്തിക് ലെറ്റേഴ്സ്. അതായത് തിക്നെസ് അറ്റ് സ്റ്റെം കൂടുതലുള്ള അതിനെ പറയുന്നതാണ് ഗോത്തിക് ലെറ്റേഴ്സ്. അങ്ങനെ ഇത് ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് ഗോത്തിക് ലെറ്റേഴ്സ്. അതായത് ദിസ് ഈസ് ബേസിക്കലി ഇന്റൻഡഡ് ഫോർ മെയിൻ ടൈറ്റിൽ ഓഫ് ഇങ്ക് ഡ്രോയിങ് ആൻഡ് ഈസ് യൂസ്ഡ് വെൻ ദ ലെറ്ററിംഗ് ലാർജർ ദാൻ 20 mm സൈസ് റിക്വയർഡ് ആയിട്ടുള്ളിടത്ത്, അതായത് 20 mm കൂടുതൽ സൈസ് ആവശ്യമായിട്ടുള്ളിടത്താണ് നമ്മൾ ഗോത്തിക് ലെറ്റേഴ്സ് എഴുതുന്നത്. അതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ബോൾഡ് ആയിട്ടൊക്കെ എഴുതത്തില്ല, അതാണ്. അതായത് കുറച്ചുകൂടെ സ്റ്റെമ്മിന്റെ കേസിൽ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ഇത് വന്നിട്ട് കുറച്ചുകൂടെ കൂട്ടി എഴുതുന്നത്, അതാണ് വന്നിട്ട് ഗോത്തിക് ലെറ്റേഴ്സ്, ഓർത്തോണം. അതുപോലെ തന്നെ നമ്മൾ വന്നിട്ട് IS കോഡ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വന്നിട്ട്
സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് ആയിരിക്കും IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. വന്നിട്ട് IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത് സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ BAS ഇത് പ്രകാരം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ലെറ്റേഴ്സിന്റെ കേസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ സ്മാൾ ക്യാപ്പും സബ് ക്യാപ്പും ഒക്കെ സ്മാൾ ഇതും സബ് ക്യാപ്പും ഒക്കെ യൂസ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ലെറ്റേഴ്സും വന്നിട്ട് നമ്മൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിന്റെ കേസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതും ജസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വന്നിട്ട് സ്മാൾ ക്യാപ്പും സബ് ക്യാപ്പും ഒക്കെ എവിടാണ് യൂസ് ചെയ്യുന്നത്, അത് വരുന്ന സമയത്ത് ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിന്റെ കേസിലായിരിക്കും യൂസ് ചെയ്യാറുള്ളത്. അതും ഓർത്തോണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാണ് ഡയമെൻഷനിങ്. നമ്മൾ ഡ്രോയിങ് വരച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യമേ ചെയ്യുന്ന ഒരു കേസാണല്ലോ അതിന്റെ കേസിലുള്ള ഡയമെൻഷനിങ്. ഡ്രോയിങ് എന്ന് വെച്ചാൽ എന്താണ്? എഞ്ചിനീയേഴ്സിന്റെ കേസിലുള്ള ലാംഗ്വേജ് ആണ് ഡ്രോയിങ്. അതായത് നമ്മളിപ്പം ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇപ്പം തന്നെ നമ്മളിവിടെ MiG 35 ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കേസിൽ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ ഇപ്പം കേൾക്കാറുണ്ടല്ലോ. അതാണ് ആ ഒരു ഇതിന്റെ കേസിലുള്ള എല്ലാ ഇതും. നമ്മളിപ്പോ ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ കേസിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇത് നമ്മൾ ചെയ്തൊരു സാധനം വേറൊരാൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് പ്ലാൻ വരയ്ക്കുന്ന എന്തിനാണ്? നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേറൊരാളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ അത് അവർക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രോയിങ്. എഞ്ചിനീയേഴ്സിന്റെ ലാംഗ്വേജ് ആണ് ഡ്രോയിങ്. അതിന്റെ കേസിൽ നമ്മൾ ഇത് കൺവേ ചെയ്യുന്നത് വന്നിട്ട് മെയിൻ ആയിട്ടും ഡയമെൻഷനിങ് അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നത് അതിനെ പറയുന്നതാണ് ഡയമെൻഷനിങ്. ഓർത്തോണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്തിലെ ഡയമെൻഷനിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്കുള്ള എലമെന്റ്സ് ആണ് വന്നിട്ട് ഒന്നാമത്തെയാണ് പ്രൊജക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ലൈന്. അതാണ്ട് ഈ കാണിച്ചിട്ടുള്ള, അത് നമ്മളിപ്പം പറയുവാണെങ്കിൽ ഇതൊരു ആണ് സ്ക്വയർ, ഇതാന്ന് വെച്ചോ, സ്ക്വയർ ആണെന്ന് വെച്ചോ, ഉദ്ദേശിച്ചോ. ഇങ്ങനെ നമ്മൾ ഡയമെൻഷനിങ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തില് ഈ വരച്ചിട്ടുള്ള ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈന്. പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈന്. ഇതിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വന്നിട്ട് ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ. നമുക്കിപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ ലൈൻ ഈസ് റെപ്രസെന്റഡ് ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയമെൻഷൻ ലൈനിന്റെ കേസിലുള്ള ഇതാണ് അതിന്റെ കേസിലുള്ള ഡയമെൻഷൻ ലൈന്. ആ ഡയമെൻഷൻ ലൈനിന്റെ കേസിലുള്ള ലിമിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് എക്സ്റ്റൻഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ ആയിരിക്കും വരുന്നത്. ഓർത്തോണം. ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ ലൈൻ വന്നിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ലൈൻ വെച്ചിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ വന്നിട്ട് അടുത്തെയാണ് ഡയമെൻഷൻ ലൈൻ. നമ്മളിപ്പോ ഇത് 10 സെന്റിമീറ്റർ ആണ് എന്ന് നമ്മൾ 10 എന്ന് എഴുതുന്നത്. ഈ 10 കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്ന ഈ ഒരു ലൈൻ ഇല്ലേ, ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻ ലൈന്. ഓർത്തോണം, ഡയമെൻഷൻ ലൈന്. അതുപോലെ തന്നെ ഉണ്ട് നെക്സ്റ്റ് ഇതാണ് ലീഡർ ലൈൻ ഉണ്ട്. ലീഡർ ലൈൻ വരുന്ന സമയത്ത് നമ്മളിപ്പം ഒരു സർക്കിളിന്റെ ഒക്കെ ഡയമീറ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എഴുതില്ലേ, ഇപ്പം ഡയമീറ്റർ 2 ഇത് വന്നിട്ട് 30 സെന്റിമീറ്റർ ആണ് എന്നും പറഞ്ഞ് കാണിക്കത്തില്ലേ. അങ്ങനെയൊക്കെ കാണിക്കുന്നേ ഇതിനെ ചരിച്ച് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് ലീഡർ ലൈന്. ഓർത്തോണം, ലീഡർ ലൈൻ. അതായത് നമ്മൾ ആ ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് കൊടുത്തേക്കുന്നതിന്റെ കേസിൽ ഇങ്ങനെ ഇത് കാണിക്കുന്ന ഈ ചരിച്ചു കൊടുത്തേക്കുന്നതിനെ പറയുന്നതാണ് ലീഡർ ലൈന്. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആംഗിൾ ഉണ്ടല്ലോ, ഹൊറിസോണ്ടൽ ആയിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ വന്നിട്ട് നോർമലി വന്നിട്ട് 30 to 45 ഡിഗ്രി ആയിരിക്കും നമ്മൾ കൊടുക്കാറുള്ളത്. യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ളത് 45 ഡിഗ്രിയിലായിരിക്കും കൊടുക്കുന്നത്. അതിന്റെ റേഞ്ച് വന്നിട്ട് 30 to 45 ഡിഗ്രിയിലായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ലീഡർ ലൈനിന്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡർ ലൈന്റെയും അതുപോലെ തന്നെ ഹാച്ചിങ്ങിന്റെയും അതുപോലെ തന്നെ ഒബ്ലൈക്ക് സ്ട്രോക്കിന്റെ കേസിലും എല്ലാം കൊടുക്കുന്ന ഇൻക്ലിനേഷൻ വന്നിട്ട് 45 ഡിഗ്രി ആയിരിക്കും വരുന്നത്. PSC ആൻസർ വരുന്നത് അതായിരിക്കും, നോട്ട് ചെയ്ത് വെച്ചോണം. അതുപോലെ തന്നെ അടുത്ത ഇതാണ് ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈന്. അതാണ്ട് ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈന്. അതായത് നമ്മുടെ ഇപ്പം ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈൻ എന്ന് വെച്ചാൽ ഒരു ആരോ ഹെഡോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്, ബോത്ത് എൻഡിൽ നിന്ന് ഇത് ചെയ്യുന്നത്, അതിനെ പറയുന്നതാണ് ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈന്. അതാണ്ട് ഇപ്പം ഈ ഒരു ഇതിന്റെ കേസിൽ അതാണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഇത് ചെയ്യുന്നു, ഇതുമാണ് ഇതിന്റെ കേസിലുള്ള ടെർമിനേഷൻ ലൈന്. ഓർത്തോണം, ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈന്. അതുപോലെ തന്നെ അടുത്തെയാണ് ഒറിജിനൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻഡിക്കേറ്റർ. അതായത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഇത് ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് ഒറിജിനൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻഡിക്കേഷൻ. ഓർത്തോണം. അതുപോലെ തന്നെ ഡയമെൻഷൻ ഉണ്ട്. നമ്മളിപ്പോ ഈ ഒരു എഴുതിയിരിക്കുന്ന 10 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ വന്നിട്ട് നമ്മളിപ്പോ 450 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓർത്തോണം.
നേരം ഇതിന്റെ കേസിൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് വെച്ചാൽ എന്താണ് വന്നിട്ട് ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് എക്സ്റ്റൻഷൻ ഫ്രം പോയിന്റ് അല്ലെങ്കിൽ ലൈൻ ഓർ സർഫസ് ഓഫ് ആൻ ഒബ്ജക്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഷോയിങ് ഡയമെൻഷൻ ലിമിറ്റ്. ഡയമെൻഷന്റെ ലിമിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ് ഡയമെൻഷൻ ലൈന്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വന്നിട്ട് ഈ ഡയമെൻഷൻ ലൈൻ. ഞാൻ പറഞ്ഞു ലിമിറ്റ് ഓഫ് ഡയമെൻഷന്റെ കേസിൽ വരുന്ന സമയത്ത് എക്സ്റ്റൻഷൻ ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഡയമെൻഷൻ, അതായത് നമ്മളിപ്പം ഇത് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഇത് വരയ്ക്കുന്നു, ഇങ്ങനെയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റും ഈ ഡയമെൻഷൻ ലൈനും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 mm ആയിരിക്കും വരുന്നത്. ഒബ്ജക്റ്റും ഡയമെൻഷൻ ലൈനും തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ഡയമെൻഷൻ ലൈൻ ആൻഡ് ഒബ്ജക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 8 mm ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഡയമെൻഷൻ ലൈന്, 2 ഡയമെൻഷൻ ലൈൻ, ഇപ്പൊ ഇവിടെ ഒരു ഡയമെൻഷൻ ഉണ്ട്, ഇപ്പം പാരലൽ ഡയമെൻഷൻ കേസിൽ അതിന്റെ തൊട്ട് താഴെ തന്നെ അടുത്തതും പോകും അല്ലേ. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ ലൈൻ തമ്മിലുള്ള ഈ മിനിമം ഗ്യാപ്പ് എത്രയാണെന്ന് വെച്ചാൽ അതും വന്നിട്ട് 8 mm ആയിരിക്കും വരുന്നത്. ആ ഒരു കേസും ഓർത്തോണം. അതുപോലെ തന്നെ നമ്മുടെ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെയല്ലേ ഇത് കൊടുക്കുന്നത്, എക്സ്റ്റൻഷൻ ലൈൻ കൊടുക്കുന്നത്. ഈ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് ഇവിടോട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, ഈ എക്സ്റ്റൻഷൻ വന്നിട്ട് അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്നിട്ട് 3 mm ആയിരിക്കും വരുന്നത്. ഓർത്തോണം. അതായത് ഇറ്റ് ഷുഡ് ബി എക്സ്റ്റെൻഡ് അബൌട്ട് 3 mm ബിയോണ്ട് ഡയമെൻഷൻ ലൈന്. ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എക്സ്റ്റൻഷൻ ലൈൻ വന്നിട്ട് 3 mm ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്റ്റൻഷൻ ലൈൻ വന്നിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അതും ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തിലൊക്കെ ചോദിക്കാം. ഒരു കാരണവശാലും നമ്മുടെ എക്സ്റ്റൻഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ വന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. മിനിമം വന്നിട്ട് 3 mm കൂടാൻ പാടില്ല. 3 mm ആയിരിക്കും കൊടുക്കുന്നത്. ഓർത്തോണം. അതും ഓർക്കേണ്ടുന്ന ഒരു കേസാണ് ഈ ഒരു ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ അടുത്ത ഇതാണ് ഡയമെൻഷൻ ലൈൻ. ഞാൻ പറഞ്ഞു ഡയമെൻഷൻ ലൈൻ വരുന്ന സമയത്ത് എന്താണ്, ഡയമെൻഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടെർമിനേറ്റഡ് എൻഡ്. അതായത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇതിന്റെ ഇവിടെ കാണിക്കുന്ന ഇതാണ് വന്നിട്ട് ഡയമെൻഷൻ ലൈന്. അതുപോലെ തന്നെ ലീഡർ ലൈൻ അല്ലെങ്കിൽ പോയിന്റർ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ടു ഇൻഡിക്കേറ്റ് ഡയമെൻഷൻ ഓർ ടെക്സ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് യൂസിങ് ഇൻക്ലൈൻഡ് ലൈൻസ്. ആ ഇൻക്ലിനേഷൻ വന്നിട്ട് യൂഷ്വലി വന്നിട്ട് 45 ഡിഗ്രി ആയിരിക്കും. അതിന്റെ റേഞ്ച് വന്നിട്ട് ആണ് ഞാൻ പറഞ്ഞ 30 to 45 ഡിഗ്രി ആയിരിക്കും അതിന്റെ റേഞ്ച് വരുന്നത്. അതും ഓർത്തോണം. അതുപോലെ തന്നെ ഉണ്ട് ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈൻ വരുന്ന സമയത്ത്, അതാണ് നമ്മുടെ ആരോ ഹെഡ്, ഡോട്ട്, ഒബ്ലേക്ക് ലൈൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു കേസ്. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്. ആരോയുടെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ആരോ എങ്ങനെയാ വരയ്ക്കുന്നത്, വന്നിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ. ആരോയുടെ കേസിൽ നമ്മൾ ചാച്ചി വലുതായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതാണ് ആരോ അല്ലേ. ഈ ആരോയുടെ കേസിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ആരോയുടെ ലെങ്ത്. ഇതായിരിക്കും വിഡ്ത് വരുന്നത്, ആരോടെ വിഡ്ത് വരുന്നത്. ഓർത്തോണം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ആരോ ഹെഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആരോയുടെ കേസിൽ വിഡ്ത് 1 mm ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് വന്നിട്ട് 3 mm ആയിരിക്കും. വിഡ്ത് ടു ലെങ്ത്, വിഡ്ത് ഈസ് ടു ലെങ്ത് ആ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ വിഡ്ത് 1:3 ആയിരിക്കും വരുന്നത്. അല്ല ലെങ്ത് ടു വിഡ്ത് റേഷ്യോ ആണ് ചോദിച്ചതെന്ന് വെച്ചോ, ക്വസ്റ്റ്യൻ അതിലിപ്പം ലെങ്ത് ടു വിഡ്ത് റേഷ്യോ ഓഫ് ആരോ ഹെഡ് ക്വസ്റ്റ്യൻ നോക്കി വേണം എഴുതാൻ. ലെങ്ത് ഈസ്റ്റ് വിഡ്ത് ആവുന്ന സമയത്ത് എത്ര വരും, ലെങ്ത് 3:1 ആയിട്ട് വരും. ഓർത്തോണം, ലെങ്ത് ടു വിഡ്ത് ആവുമ്പോൾ 3:1 വിഡ്ത് ടു ലെങ്ത് ആവുന്ന സമയത്ത് 1:3 ആയിരിക്കും ആരോ ഹെഡിന്റെ കേസിൽ വരുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ ഓർത്തോണം വന്നിട്ട് നമ്മുടെ ആരോയുടെ കേസിലുള്ള മാക്സിമം ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാല്, മാക്സിമം ലെങ്ത് ഓഫ് ആരോ ഹെഡ് ചോദിച്ചു കഴിഞ്ഞാല് വന്നിട്ട് 5 mm ആയിരിക്കും വരുന്നത്. മാക്സിമം ലെങ്ത് ഓഫ് ആരോ ഹെഡ് വന്നിട്ട് 5 mm ആയിരിക്കും വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തോണം. അതുപോലെ തന്നെ വന്നിട്ട് പിന്നുള്ളതാണ് നമുക്ക് അല്ലാണ്ട് നമ്മൾ ടെർമിനേഷൻ ഓഫ് ഇത് കൊടുക്കുന്നതാണ് ക്ലോസ്ഡ് ഇത്. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആയിട്ട് ഓപ്പൺ ടൈപ്പ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, പിന്നെ ഒബ്ലേക്ക് സ്ട്രോക്ക് ഉണ്ട്. ആ ഈ ഒബ്ലേക്ക് സ്ട്രോക്കിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വന്നിട്ട് ഈ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 45 ഡിഗ്രി. അതാണ് ഞാൻ പറഞ്ഞത് ഹാച്ചിങ്ങിന്റെ കേസിലും ഒബ്ലേക്ക് സ്ട്രോക്കിന്റെ കേസിലും അതുപോലെ തന്നെ നമ്മുടെ ലീഡർ ലൈൻ വരയ്ക്കുന്ന അതിന്റെ കേസിലും ഒക്കെ ഉള്ള ആംഗിൾ വന്നിട്ട് 45 ഡിഗ്രി ആയിരിക്കും വരുന്നത്.
ഓർത്തോണം. അതുപോലെ തന്നെ അടുത്തയാണ് ഡയമെൻഷൻ. ഡയമെൻഷൻ വരുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മൾ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ എക്സ്പ്രസ്സിൽ ഇത് ചെയ്ത നമ്മുടെ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് ആ ഒരു ഇതിനെ പറയുന്നതാണ് വന്നിട്ട് ഡയമെൻഷൻ. അതായത് നമ്മളിപ്പം 10 ഇപ്പം നമ്മൾ കാണിച്ചായിരുന്നു, അതായത് ഇപ്പൊ ഇവിടം വരെയുള്ള ലെങ്ത് വന്നിട്ട് 10 ആണെന്നുണ്ടെങ്കിൽ ആ 10 ഇങ്ങനെ എഴുതുന്ന ഇതിനെ പറയുന്നതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് ഡയമെൻഷനിങ് മെത്തേഡ്. ഡയമെൻഷനിങ് മെത്തേഡിന്റെ കേസിലും റീസെന്റ് ആയിട്ട് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ സിമ്പിളും ആണ്. നമുക്ക് ആ പേര് തിരിഞ്ഞു പോകാതിരുന്നാൽ മതി, അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കിട്ടും. വരുന്ന സമയത്ത് നമുക്ക് ഡയമെൻഷനിങ് മെത്തേഡിന്റെ അകത്തുള്ളതാണ് അലൈൻഡ് സിസ്റ്റം, യൂണി ഡയറക്ഷനിൽ ലൈനിന് പാരലായിട്ട് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ, പാരലായിട്ട് എഴുതിയായിരുന്നു. അതിന്റെ ഡയമെൻഷൻ ലൈനിൽ പാരലായിട്ട് എഴുതിയായിരുന്നു. അതുപോലെ തന്നെ ചില കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നടുക്കായിട്ട് എഴുതും അല്ലെ. ഇങ്ങനെ രണ്ട് രീതിക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഡയമെൻഷൻ ലൈനിന്റെ ഇതിൽ എഴുതുന്ന സമയത്ത് ഡയമെൻഷൻ ലൈനിന് പാരലായിട്ട് അതിന്റെ മുകളിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അലൈൻഡ് സിസ്റ്റം. അലൈൻഡ് സിസ്റ്റം അതായത് ഇതിന്റെ കേസിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്, ഡയമെൻഷൻ റീഡ് ചെയ്യാൻ പറ്റുന്നത് ബോട്ടത്തിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റീഡ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് അലൈൻഡ് സിസ്റ്റം. വന്നിട്ട് ഡയമെൻഷൻ ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്യാണ്ട് നമ്മുടെ ഡയമെൻഷൻ ലൈന് പാരലായിട്ട് എഴുതുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡയമെൻഷൻ റീഡ് ചെയ്യുന്നത് ഒന്നുകിൽ ബോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ റീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് വന്നിട്ട് അലൈൻഡ് സിസ്റ്റം. ഡയമെൻഷൻ ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ ഡയമെൻഷൻ ലൈൻ ആൻഡ് preferably near the middle and can be read from bottom or from right hand side of the drawing. അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈൻ വന്നിട്ട് ഡയമെൻഷൻ ലൈൻ ആർ നോട്ട് ബ്രോക്കൺ. ഇവിടെ വന്നിട്ട് ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്യാണ്ടാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ എഴുതുന്നതാണ് അലൈൻഡ് സിസ്റ്റം. യൂണി ഡയറക്ഷണൽ സിസ്റ്റം വരുന്ന സമയത്ത്, നമ്മൾ ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്ന് മാത്രമായിരിക്കും റീഡ് ചെയ്യുന്നത്. കണ്ടോ, വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്, ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ നടുക്കായിട്ടായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ, രണ്ട് രീതിക്ക് നമ്മൾ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതുന്നേ, അതായത് ഇതിന്റെ കേസിൽ വന്നിട്ട് നമ്മൾ ഡയമെൻഷൻ റീഡ് ചെയ്യുന്ന വന്നിട്ട് താഴേന്ന് ബോട്ടത്തിൽ നിന്നായിരിക്കും റീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ ഡയമെൻഷൻ ലൈന് ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. In this system, the dimension can be read only from the bottom of the drawing sheet and not from any other direction. Dimensions are inserted by breaking the dimension line at the middle. അങ്ങനെ എഴുതുന്നതിനെ പറയുന്നതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, തിരിഞ്ഞു പോകരുത്. അലൈൻഡ് സിസ്റ്റം വരുന്ന സമയത്ത് ഓർത്തോണം, നിങ്ങളൂടെ പറയാ, അലൈൻഡ് സിസ്റ്റം വരുന്ന സമയത്ത് ബോട്ടത്തിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണ് അലൈൻഡ് സിസ്റ്റം. അതിന്റെ കേസിൽ നമ്മൾ അതിന് പാരലായിട്ട് ഡയമെൻഷൻ ലൈന് പാരലായിട്ടായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ വന്നിട്ട് ഡയമെൻഷൻ ലൈൻ അവിടെ ബ്രേക്ക് ആവുന്നതുമില്ല. യൂണി ഡയറക്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ബോട്ടത്തിൽ നിന്ന് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വന്നിട്ട് ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് മിഡിലായിരിക്കും നമ്മൾ ഡയമെൻഷൻ ഇൻസേർട്ട് ചെയ്യുന്നത്. അതാണ് രണ്ടിന്റെയും കേസ്.
പിന്നുണ്ട് നമുക്ക് ഡയമെൻഷൻ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഇതിൽ വരുന്ന സമയത്താണ് നമുക്കുള്ളത് ചെയിൻ ഡയമെൻഷനിങ് ഉണ്ട്, പാരലൽ ഡയമെൻഷനിങ് ഉണ്ട്, പ്രോഗ്രസീവ് ഡയമെൻഷനിങ് ഉണ്ട്, ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇതായിട്ട് കമ്പൈൻഡ് ഡയമെൻഷനിങ് ഉണ്ട്. ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. കേസിൽ വരുന്ന സമയത്ത് ഒന്നാമത്തെയാണ് വന്നിട്ട് ചെയിൻ ഡയമെൻഷനിങ്. അതായത് ഇതാണ് നമ്മുടെ ചെയിൻ ഡയമെൻഷനിങ്. ഇതിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ വന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ എത്ര ആണെന്ന് എഴുതും. അതായത് ഇപ്പൊ 40 ആണെങ്കിൽ 40 എന്ന് എഴുതും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടം വരെ വന്നിട്ട് 20 ആണെങ്കിൽ അത് എഴുതും. ഇവിടുന്ന് ഇവിടം വരെ 30 ആണെങ്കിൽ അത് എഴുതും. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് 40 അല്ലേ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് 20. ഒരു ഡയമെൻഷനിന്റെ എൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ഡയമെൻഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് വരുന്നേ, അങ്ങനെ വരുന്ന ഇതിനെ പറയുന്നതാണ് ചെയിൻ ഡയമെൻഷനിങ്. അതായത് ഈ ഒരു ഡയമെൻഷന്റെ എൻഡ് പോയിന്റ് ഇതാണ് അല്ലേ, അതുപോലെ തന്നെ ഇതിന്റെ കേസിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ എൻഡ് പോയിന്റ് ഇതാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് അടുത്തതിന്റെ ഇതാണ്. അങ്ങനെ ഇത് പോകുന്നേ ഇതിനെ പറയുന്നതാണ് ചെയിൻ ഡയമെൻഷനിങ്. ഓർത്തോണം, ഈ ഒരു വേർഡ് ഓർത്തോണം. വന്നിട്ട് ഓൺ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വേർ ദ എൻഡ് പോയിന്റ് ഓഫ് വൺ ഡയമെൻഷൻ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ നെക്സ്റ്റ്. അങ്ങനെ ഇത് ചെയ്യുന്നേ ഇതിനെ പറയുന്നതാണ് ചെയിൻ ഡയമെൻഷനിങ്. ഓർത്തോണം. അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തെയാണ് പാരലൽ ഡയമെൻഷനിങ്. അതായത് നമ്മൾ വന്നിട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. അതായത് നമ്മൾ ഒരു കോമൺ ഡേറ്റത്തിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ ഉള്ള ഇതിന്റെ കേസിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് വന്നിട്ട് 20 ആണെങ്കിൽ അത് എഴുതും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെ ഈ ഡേറ്റത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ ആണെന്ന് വെച്ചാൽ ഇവിടെ എഴുതും. അതുപോലെ തന്നെ ഈ ഡേറ്റത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഇത് ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്നതാണ് പാരലായിട്ട് എഴുതുന്നേ അതിനെ പറയുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. ഇതിന്റെ കേസിൽ വന്നിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വന്നിട്ട് ഒരു കോമൺ ഡേറ്റം അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഇതിന്റെ അകത്ത് നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ഇതിനെ പറയുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. ഓർത്തോണം. അതായത് it is used where the number of dimensions having a common starting point or datum. അങ്ങനെയുള്ള ഇതിനെ പറയുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. ഓർത്തോണം, പാരലൽ ഡയമെൻഷനിങ്. അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തെയാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡയമെൻഷനിങ്. അതായത് നമ്മുടെ പാരലൽ ഡയമെൻഷനിങ്ങിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ഈ ഒരു സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ. അതായത് നമ്മൾ മറ്റേ കേസിൽ എന്തായിരുന്നു, ഒരു ഡേറ്റത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എഴുതും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റത്തിൽ നിന്ന് ഇങ്ങനെ എഴുതും അല്ലേ. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മളിപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് 5 ആണെന്ന് വെച്ചു, 5 എഴുതും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് എത്രയാണോ അത് എഴുതും. അത് വന്നിട്ട് 25 ആണെങ്കിൽ 25 എഴുതും. അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ ഇത് എഴുതുന്ന സമയത്ത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് എത്രയാണോ അത് എഴുതും. അത് വരുന്ന സമയത്ത് 30 ആണെങ്കിൽ 30 എന്ന് എഴുതും. അതായത് ഈ 25ന്റെ കൂടെ ഇവിടുത്തെ 5 കൂടെ കൂട്ടിയിട്ടായിരിക്കും ഇവിടെ 30 എഴുതുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡയമെൻഷൻ 20 ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള 5ന്റെ കൂടെ അങ്ങനെ എഴുതി പോകുന്നതിനെ പറയുന്നതാണ് സൂപ്പർ ഇമ്പോസ് റണ്ണിങ് ഡയമെൻഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡയമെൻഷനിങ്. അതായത് നമ്മുടെ പാരലൽ ഡയമെൻഷനിങ്ങിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. മോഡിഫൈഡ് ഫോം ഓഫ് പാരലൽ ഡയമെൻഷനിങ് ആൻഡ് യൂസ്ഡ് വെയർ ഷോർട്ട് സ്പേസ് ഉള്ളിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡയമെൻഷനിങ് ആയിരിക്കും വരുന്നത്. വൺ എൻഡ് ഓഫ് ദ കോമൺ ഡേറ്റം പോയിന്റ് ആൻഡ് ഡയമെൻഷൻ പ്രോഗ്രസസ് ടുവേർഡ്സ് ദ അതർ എൻഡ്. അങ്ങനെ വരുന്നതാണ് പ്രോഗ്രസീവ് ഡയമെൻഷനിങ്. ഈ വേർഡ്സ് ഒക്കെ കാണാതെ പഠിച്ചു വെച്ചോണം. കാണാതെ പഠിച്ചു വെക്കണ്ട, സംഭവം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ, അങ്ങനെ എഴുതിക്കോണം. അത് കഴിഞ്ഞിട്ട് അടുത്തെയാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്. അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്. അതായത് നമ്മളിപ്പം ഇങ്ങനെ ഒരു ഇത് നമ്മൾ XY ഡേറ്റത്തിന്റെ അകത്ത് നിന്ന്, അതായത് നമ്മളിപ്പം പറയുവാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ, നേരം നമ്മൾ തൊട്ടപ്പുറത്ത് വേറൊരു കോളം ഇത് ചെയ്തേക്കും. എന്നിട്ട് ഈ 1 എന്നുള്ള പോയിന്റ് എന്ന് വെച്ചാല് ഈ ഇവിടുത്തെ ഈ X-ന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി Y-ന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയുള്ള പോയിന്റ് ആണെന്ന് ഇങ്ങനെ എഴുതും. X-ന്ന് 40, Y-ന്ന്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമീറ്റർ എത്ര ആണെന്നും സ്പെസിഫൈ ചെയ്തേക്കും. അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്. XY ഇത് വെച്ചോണ്ട്, അതായത് വന്നിട്ട് ഹിയർ ദ ഡയമെൻഷൻ ആർ എക്സ്പ്രസ്ഡ് ബൈ XY കോർഡിനേറ്റ്സ് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ്. അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തെയാണ്
കമ്പൈൻഡ് ഡയമെൻഷനിങ്, അതായത് എല്ലാത്തിന്റെയും കേസിലുള്ള ഇത് കമ്പൈൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നതാണ് കമ്പൈൻഡ് ഡയമെൻഷനിങ്. അതിനകത്ത് വലിയ ക്വസ്റ്റ്യൻ ഒന്നും ഉള്ളതല്ല, ആ ഒരു കേസ് ഓർത്തോണം. ക്ലിയർ ആണോ ഇത്രയും? കമ്പൈൻഡിന്റെ കേസ് അതാണ്, എല്ലാം കൂടെ ഇത് ചെയ്ത് വരുന്നത്. അതിന്റെ അകത്തിൽ വലിയ ക്വസ്റ്റ്യൻ ഉള്ളതല്ല, അതാ വിട്ടേ, അത് വലിയ കാര്യമുള്ളതല്ല. ഇതിന്റെ കേസിൽ ചോദിക്കുന്ന ഇതാണ് വന്നിട്ട് യൂണി ഡയറക്ഷനും അതുകൊണ്ട് തന്നെ അലൈൻഡ് സിസ്റ്റം എന്താണെന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ പിന്നെന്താ പാരലൽ ഡയമെൻഷനിങ് വരുന്ന സമയത്ത് ഒരു കോമൺ ഡേറ്റത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ ഡയമെൻഷനിങ് ചെയ്ത് പോകുവാണെന്നുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ കോമൺ ഡേറ്റോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത് ചെയ്ത് പാരലായിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നേ, ഇതിനെ പറയുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് അതായത് വേർ ദ നമ്പർ ഓഫ് ഡയമെൻഷൻസ് ആവേ കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റം കോമൺ ഇതിന്റെ അകത്ത് നിന്നായിരിക്കും നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഡേറ്റത്തിന്റെ അകത്ത് നിന്നല്ല, ഇതിന്റെ അകത്ത് നിന്നായിരിക്കും. നമ്മളിപ്പം പറയുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരുക, നമ്മൾ ഈ ഒരു ഡേറ്റത്തിന്റെ അകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതും. അതായത് 20 ആണെങ്കിൽ 20 എന്ന് എഴുതും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതും. 30 ആണെങ്കിൽ 30. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇത് എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതും. ഇങ്ങനെ ഇതായിട്ട് പാരലായിട്ട് അങ്ങനെ എഴുതുന്ന ഇതിനെ പറയുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. ഒരു കോമൺ ഡേറ്റത്തിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഡയമെൻഷൻ ലൈൻ, 2 ഡയമെൻഷൻ ലൈൻ വരുന്ന സമയത്തുള്ള സ്പേസിംഗ് ആണ് ഞാൻ പറഞ്ഞത്. മിനിമം സ്പേസിംഗ് 8 mm ആണെന്നുള്ള കേസ്. ക്ലിയർ ആണോ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തയാണ് ഷേപ്പ് ഇൻഡിക്കേഷൻ. ഷേപ്പ് ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് ഓരോന്നിന്റെയും കേസിലുള്ള ഇതാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു ഓരോന്ന് ഇതിനെയും നമ്മൾ എങ്ങനെയാണ് ഇത് ഡ്രോയിങ്ങിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഡയമീറ്ററിന്റെ കേസിൽ 5, അതുകൊണ്ട് തന്നെ റേഡിയസ് 6, സ്ക്വയറിന്റെ കേസ് ഇങ്ങനെ ആയിരിക്കും, സ്പിയറിന്റെ കേസിൽ S, അതുകൊണ്ട് തന്നെ സ്പെറിക്കൽ ഡയമീറ്റർ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, സ്പെറിക്കൽ റേഡിയസ് ഇങ്ങനെ ആയിരിക്കും. അത് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി, ആ ഒരു കേസ് ഓർത്തോണം. അത് കഴിഞ്ഞിട്ട് അടുത്തെയാണ് ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റിന്റെ കേസിൽ നമുക്ക് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വരുന്ന സമയത്ത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് എത്ര ഇതാണ്, മൊത്തം 6 ഷീറ്റാണുള്ളത് അല്ലേ? A0, A1, A2, A3, A4, A5 ഇങ്ങനെയാണ് ഉള്ളത്. ഇതിന്റെ അകത്തില് A0ഉം A1ഉം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സൈഡിൽ മാർജിൻ വരയ്ക്കുമല്ലോ അല്ലേ? ബോർഡർ ലൈൻസ് വരയ്ക്കും അല്ലേ? ആ ബോർഡർ ലൈനിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ A0ഉം A1ഉം ഷീറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മാർജിൻ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 mm ആയിരിക്കും മാർജിൻ വരുന്നത്. A2, A3, A4, A5 ഒക്കെ ഇതിന്റെയൊക്കെ കേസിൽ വരുന്ന സമയത്ത് ഈ മാർജിൻ വന്നിട്ട് അല്ലെ ആ ഒരു ബോർഡർ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ 10 mm വെച്ചിട്ടായിരിക്കും വരയ്ക്കുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റിന്റെ അകത്തില് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കും അല്ലേ? ടൈറ്റിൽ ബ്ലോക്കിന്റെ അകത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ബ്ലോക്കിന്റെ അകത്തിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഉണ്ട്, സെക്കൻഡ് ആംഗിൾ ഉണ്ട്, തേർഡ് ആംഗിൾ ഉണ്ട്, ഫോർത്ത് ആംഗിൾ ഉണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ടല്ലേ? നമ്മുടെ BIS റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ആ ഒരു കേസ് ഇമ്പോർട്ടന്റ് ആയിട്ട് താണ്ടേ ഏത് പ്രൊജക്ഷൻ ആണെന്ന് ഈ ഒരു സിമ്പിൾ കാണിച്ചിരിക്കണം. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ കേസിലുള്ള സിമ്പിൾ ആണ്, ഇത് ഏതാണെന്ന് കാണിച്ചിരിക്കണം. അതാണ് ഒരു ഡ്രോയിങ് ടൈറ്റിൽ ബ്ലോക്കിന്റെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കെയിൽ ഓഫ് ഡ്രോയിങ്ങും എല്ലാം വരുന്നത്. അതുപോലെ തന്നെ
സ്കെയിൽ ഓഫ് ഡ്രോയിങ് ഉണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഏതാണ്, ടൈറ്റിൽ ഓഫ് ഡ്രോയിങ്, ഇതെല്ലാം അതിന്റെ അതിൽ കാണും, രജിസ്ട്രേഷൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇതെല്ലാം അതിന്റെ അതിൽ കാണും. അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് ടൈറ്റിൽ ബ്ലോക്കിന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ബ്ലോക്കിന്റെ സൈസ് എത്രയാണ്? ആസ് പെർ BAS വരുന്ന സമയത്ത് 185/65 mm ആയിരിക്കും അതിന്റെ കേസിൽ വരുന്ന സൈസ്. ആസ് പെർ BAS ടൈറ്റിൽ ബ്ലോക്കിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോർഡർ ലൈനിന്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബോർഡർ ലൈൻ നമ്മൾ വരയ്ക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? HB പെൻസിൽ യൂസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതും ഓർത്തോണം, അതും ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തോണം, ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്. വന്നിട്ട് നമുക്ക് മാർജിൻ വന്നിട്ട് മാർജിൻ അതുകൊണ്ടൊക്കെ ഒരു കാര്യം കൂടെ ഓർത്തോണം, മാർജിൻ ഡ്രോയിങ് ഷീറ്റിന്റെ കേസിൽ മാർജിൻ എത്ര ആണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള മാർജിൻ എത്ര ആണെന്ന് ചോദിച്ചാൽ 20 mm ആയിരിക്കും PSCയുടെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സൈഡിലും 10 mm വെച്ചിട്ടായിരിക്കും എല്ലാത്തിന്റെയും കേസിൽ കൊടുക്കുന്നത്. PSCയുടെ ആൻസർ വരുന്ന സമയത്ത് 20 mm ആയിരിക്കും ആൻസർ വരുന്നത്, അതും ഓർത്തോണം. അതുപോലെ തന്നെ വന്നിട്ട് ടൈറ്റിൽ ബ്ലോക്കിന്റെ കേസ്, ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ എവിടാ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോട്ടം റൈറ്റ് കോർണറിലായിരിക്കും കൊടുക്കുന്നത്. ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണറിലായിരിക്കും നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈറ്റിൽ ബ്ലോക്കിന്റെ സൈസ് വന്നിട്ട് 185/65 mm ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതെങ്ങാനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മെറിഡിയൻ വല്ലതും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന സമയത്ത് ടോപ്പ് റൈറ്റ് കോർണറിലായിരിക്കും മെറിഡിയൻ കാണിക്കുന്നത്. നോർത്ത് ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് കാണിക്കുന്നത് ടോപ്പ് റൈറ്റ് കോർണറിലായിരിക്കും കാണിക്കുന്നത്. ടൈറ്റിൽ ബ്ലോക്ക് വന്നിട്ട് ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണറിലായിരിക്കും കൊടുക്കുന്നത്. ഇത് രണ്ടും ഓർത്തോണം. അത് കഴിഞ്ഞിട്ടുണ്ട്, അടുത്തയാണ് സ്കെയില്. സ്കെയില് വരുന്ന സമയത്ത് നമുക്ക് സ്കെയിൽ സെറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ സ്കെയിൽ സെറ്റ്. ഒരു സെക്കൻഡ്, അല്ലെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കെയിൽ സെറ്റ് യൂസ് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ. അതിന്റെ കേസിൽ വരുന്ന സമയത്ത് സ്കെയിൽ സെറ്റ് നമ്മൾ യൂസ് ചെയ്തതിന്റെ അകത്തില് അതിന്റെ ഡയമെൻഷനിങ് ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിച്ചിട്ടുള്ളതാണ്. പല എക്സാമിന്റെ കേസിൽ അതും ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിന്റെയും കേസിൽ ഏതൊക്കെയാണെന്നുള്ളത് അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ 150/50 നമ്മള് കോളേജിന്റെ ഒക്കെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ഇതാണ് 150/50. കോളേജിന്റെ കേസിൽ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നതാണ് ആ ഒരു സൈഡ്. അല്ലാണ്ട് നമ്മൾ ആസ് പെർ BAS വരുന്ന സമയത്താണ് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്കിന്റെ സൈസ് വന്നിട്ട് 185/65 mm വരുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള നമ്മൾ കോളേജിൽ വരയ്ക്കുന്ന സമയത്താണ് 15/10 വരയ്ക്കുന്നത്, 15/50 വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത ആ ഒരു സ്കെയിൽ സെറ്റിന്റെ അതിൽ മൊത്തം എത്ര സ്കെയിൽ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? കോളേജിൽ യൂസ് ചെയ്ത സമയത്ത് ആ സ്കെയിൽ സെറ്റിന്റെ എത്ര സ്കെയിൽ ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? മൊത്തോടെ 8 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, ഓർത്തോണം. അതായത് M1 തൊട്ട് അല്ലെങ്കിൽ A തൊട്ട് വൈറ്റ് സ്ക്രീൻ കാണാൻ വയ്യേ? ഓക്കെ, അന്നേരം നമുക്ക് M1 തൊട്ട് M8 വരെ മൊത്തോടെ M8 അല്ലെങ്കിൽ H വരെ മൊത്തോടെ 8 എണ്ണമാണ് ഉള്ളത്, ഓർത്തോണം. അതായത് നമുക്ക് M1, M2, M3, M4, M5, M6, M7, M8 ഇങ്ങനെ 8 എണ്ണമാണ് ഉള്ളത്. M1 എന്ന് വെച്ചാൽ A, M2 B, M3 C, M4 D, M5 E,
M6 F, M7 G, M8 H, ഇങ്ങനെ 8 എണ്ണമാണ് ഉള്ളത്. ഇതിന്റെ കേസിൽ M1ന്റെ ഇതിന്റെ അകത്തിൽ വരുന്ന സമയത്ത്, ആ ഒരു സ്കെയിൽ സെറ്റിന്റെ അകത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിലും ഉണ്ട് ബാക്ക് സൈഡിലും ഉണ്ട് അല്ലേ, 2 എണ്ണമാണ് ഉള്ളത്. വരുന്ന സമയത്ത് ഒരു സൈഡിൽ 1:1, അതിന്റെ അകത്തിൽ കാണിച്ചിട്ടുള്ള സ്കെയിൽ വന്നിട്ട് 2 ഇതാണ് ഉള്ളത്. ഒന്ന് 1:1 ഒരെണ്ണം 1:2. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ്ങിന്റെ കേസിൽ യൂസ് ചെയ്യാനായിട്ട് ചെയ്ത സ്കെയിൽ ഓർമ്മയില്ല, അതാണ് സാധനം സ്കെയിൽ സെറ്റ്. ഒരു വെള്ള കവറിന്റെ അതിൽ മറ്റേ പേപ്പർ പോണക്കോ അല്ലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഇത് വരത്തില്ലേ, അതാണ് സാധനം. അതുപോലെ തന്നെ M2 വരുന്ന സമയത്ത് 1:2.5, അതുപോലെ തന്നെ 1:5 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ M3 വരുന്ന സമയത്ത് 1:10 അല്ലെങ്കിൽ 1:20. അതുപോലെ തന്നെ M4 വരുന്ന സമയത്ത് 1:50 അല്ലെങ്കിൽ 1:100. M5 വരുന്ന സമയത്ത് 1:200 അല്ലെങ്കിൽ 1:500. M6 വരുന്ന സമയത്ത് 1:300 അല്ലെങ്കിൽ 1:600. M7 വരുന്ന സമയത്ത് 1:400 അല്ലെങ്കിൽ 1:800. M8 വരുന്ന സമയത്ത് 1:500 നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്, അന്നേരം 1:1000 അല്ലെങ്കിൽ 1:2000. ഇതായിരിക്കും നമ്മുടെ സ്കെയിൽ സെറ്റിന്റെ കേസിൽ ഓരോന്നിന്റെയും കേസിലുള്ളത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ തന്നത്. അതുപോലെ തന്നെ ഓരോ സ്കെയിലിന്റെയും കേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഇതിന്റെ കേസിൽ ചോദിച്ചിട്ടുണ്ട്. കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്കെയിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു RFA ഇൻറ്റു മാക്സിമം ഡിസ്റ്റൻസ് ടു ബി മെഷേർഡ്. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം M4 എടുത്തോ, M4ന്റെ അകത്തില് 1:100 എടുത്തോ. നേരം അതിന്റെ കേസില് സ്കെയിൽ ലെങ്ത് നമുക്കറിയാം എത്രയാണ്. സ്കെയിൽ ലെങ്ത് വന്നിട്ട് അതിന്റെ അകത്തിലുള്ള സ്കെയിലിന്റെ ലെങ്ത് എത്രയാണ്? 30 സെന്റിമീറ്റർ അല്ലേ. 30 ഈക്വൽ ടു RF എത്രയാണ്? 1:100 ആകുമ്പോൾ 1/100 ഇൻറ്റു മാക്സിമം ഡിസ്റ്റൻസ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം ഡിസ്റ്റൻസ്. അതായത് ഇത് കാണുന്ന സമയത്ത് എന്തോ ചെയ്യും? മാക്സിമം ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് 30 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, ഇൻറ്റു 100 വരുന്ന സമയത്ത് 3000 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്, അതായത് 3 മീറ്റർ. അതായത് അന്നേരം M4 വെച്ചോണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് അന്നേരം എത്ര ആയിരിക്കും? വന്നിട്ട് 3000 മീറ്റർ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 3000 സെന്റിമീറ്റർ ആയിരിക്കും, അതല്ലെങ്കിൽ 3 മീറ്റർ ആയിരിക്കും നമുക്ക് ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ M3 വരുന്ന സമയത്ത് എന്താണ്? ഇവിടെ വരുന്ന സമയത്ത് 1:20 ആണ് അതിന്റെ, അത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ. അന്നേരം RF വന്നിട്ട് നമുക്ക് 1/20 എന്ന് കിട്ടും. അത് വെച്ചോണ്ട് 30 ഈക്വൽ ടു 1/20 ഇൻറ്റു മാക്സിമം ഡിസ്റ്റൻസ്. മാക്സിമം ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന നേരം കാണാനായിട്ട് എന്ത് ചെയ്യണം? 20 ഇൻറ്റു 30 വരുന്ന സമയത്ത് നമുക്ക് കിട്ടും 600 എന്ന് കിട്ടും, അതായത് 0.6 മീറ്റർ. അതാണ് ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് 0.6 മീറ്റർ ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന 100 സെന്റിമീറ്റർ അല്ലേ ഒരു മീറ്റർ. 100 സെന്റിമീറ്റർ ആകുമ്പോൾ ഒരു മീറ്റർ ആകുമ്പോൾ 30 മീറ്റർ ആണ്. അതുപോലെ തന്നെ 600 സെന്റിമീറ്റർ ആവുന്ന സമയത്ത് 6 മീറ്റർ ആയിരിക്കും വരുന്നത്, ഓർത്തോണം. 30 മീറ്റർ ആയിരിക്കും M4 കേസിൽ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് M2ന്റെ കേസിൽ വരുന്ന സമയത്ത് ഇതുപോലൊക്കെ കാണാനായിട്ട് എന്ത് ചെയ്യണം? 30 ഈക്വൽ ടു 1/5 ഇൻറ്റു മാക്സിമം ഡിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് 30 ഇൻറ്റു 5 വരുന്ന സമയത്ത് 150 കിട്ടും. 150 സെന്റിമീറ്റർ, അതായത് 1.5 മീറ്റർ. അതാണ് ഇതിന്റെ കേസിൽ 1.5 മീറ്റർ അല്ലെങ്കിൽ 150 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം
ഡിസ്റ്റൻസ്. അതുപോലെ ഓരോന്നിന്റെയും കേസിൽ വരുന്ന സമയത്ത് 60 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 0.6 മീറ്റർ ആയിരിക്കും വരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചോണം ഓരോന്നിന്റെയും കേസ്. താഴോട്ടുള്ള കേസിലും കണ്ടുപിടിച്ചിരുന്നാൽ മതി. ഇതാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് മാക്സിമം ഡിസ്റ്റൻസ്. പലതിന്റെയും കേസിൽ ചോദിക്കാറുണ്ട്. ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചോണം. അതായത് സ്കെയിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു RF ഇൻറ്റു മാക്സിമം ഡിസ്റ്റൻസ് ടു ബി മെഷേർഡ്. അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഏതേലും തന്നു കഴിഞ്ഞാൽ RFഉം തരും, സ്കെയിലിലെ ലെങ്തും തരും. അത് വെച്ചുകൊണ്ട് മാക്സിമം ഡിസ്റ്റൻസ് എത്ര മെഷർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചുകൊണ്ട് ഇതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഈ ഒരു വാല്യൂസും ഫുള്ള് ഇതൊക്കെ എന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഈ വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചോണം. M5, M6, M7, M8 ഒക്കെ ഈ ഒരു സ്കെയിലിന്റെ ഇത് എല്ലാം കാണാതെ പഠിച്ചു വെച്ചോണം. ക്ലിയർ ആണോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്തയാണ് നമുക്ക് ഇതിന്റെ കേസിലുള്ള, ഞാൻ RF പറഞ്ഞായിരുന്നു. RF എന്തായിരുന്നു? റെപ്രസെന്റേറ്റീവ് ഫാക്ടർ അല്ലേ, അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് വെച്ചിട്ട് എന്താണ് മീൻ ചെയ്യുന്നത്? RF എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പം ഇത് കണ്ടിട്ടുണ്ട്, സ്കെയില് നമ്മൾ മെഷർ ചെയ്യുന്ന ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? 1:100 അല്ലെങ്കിൽ 1:2 എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് അല്ലേ? ഇതിന്റെ അകത്തിൽ എന്താണ് മീൻ ചെയ്യുന്നത്? നമ്മുടെ ഡ്രോയിങ്ങിന്റെ അകത്തുള്ള 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് 100 സെന്റിമീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഡ്രോയിങ്ങിന്റെ അകത്തിലെ 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ആക്ച്വലി അത് 2 സെന്റിമീറ്റർ ഉണ്ട് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത് അല്ലേ? അന്നേരം RF എന്ന് വരുന്ന സമയത്ത് ഇപ്പം 1/100 വരുന്ന സമയത്ത് എന്താണ്? ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് RF വന്നിട്ട് 1/100 ആയിരിക്കും. അന്നേരം ലെങ്ത് ഓഫ് ഒബ്ജക്ട് ഓൺ ഡ്രോയിങ് ഷീറ്റിന്റെ അകത്തിൽ ഡിവൈഡഡ് ബൈ ആക്ച്വലി അത് എത്ര ഉണ്ട് എന്നതിന്റെ ഇതിനെ കാണിക്കുന്നതാണ് RF എന്ന് പറയുന്നത്. അതായത് 1 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 100 സെന്റിമീറ്റർ. ഇതിൽ രണ്ടിലും സെന്റിമീറ്റർ വരുന്ന സമയത്ത് അത് രണ്ടുകൂടെ വെട്ടിപ്പോവും. അതുകൊണ്ടാണ് RFന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് ഇല്ല എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ് RFന്റെ കേസിൽ യൂണിറ്റ് എന്താണെന്ന്. ഓപ്ഷന്റെ അതിൽ സെന്റിമീറ്ററും മീറ്ററും മില്ലിമീറ്ററും ഒക്കെ കാണും. അതിന്റെ കേസിൽ നോ യൂണിറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓർത്തോണം. RF അന്നേരം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഓഫ് ഒബ്ജക്ട് ഓൺ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്. RF എന്ന് വെച്ചാൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ ആണ്. അതും ഓർത്തോണം. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അതും ഓർത്തോണം. അതുപോലെ തന്നെ RF ഏരിയയുടെ കേസിൽ വരുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് സെയിം തന്നെ ഏരിയ ഓഫ് ദ ഒബ്ജക്ട് ഓൺ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ഏരിയ ഓൺ ദ ഒബ്ജക്ട്. അതുപോലെ തന്നെ വോളിയത്തിന്റെ കേസിൽ വരുന്ന സമയത്ത് ക്യൂബ് റൂട്ട് ഓഫ് വോളിയം ഓഫ് ദ ഒബ്ജക്ട് ഓൺ ദ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ വോളിയം ഓഫ് ദ ഒബ്ജക്ട്. അത് വെച്ചുകൊണ്ട് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്, എൻലാർജ്ഡ് സ്കെയില്, ഫുൾ സ്കെയില്, റെഡ്യൂസ്ഡ് സ്കെയില്. ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇതിന്റെ കേസിൽ തന്നിരിക്കുന്നതിന്റെ അകത്തിൽ ഏതാണ് എൻലാർജ്ഡ് സ്കെയില് അല്ലെങ്കിൽ തന്നിരിക്കുന്നതിന്റെ അകത്തിൽ ഏതാണ് റെഡ്യൂസ്ഡ് സ്കെയില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എൻലാർജ്ഡ് സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ്? എൻലാർജ്ഡ് പേരിന്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും. അതായത് വന്നിട്ട് നമ്മള് ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കുന്നേ അതിനെ പറയുന്നതാണ് എൻലാർജ് ചെയ്ത് കാണിക്കുക. അതായത് നമ്മളിപ്പോ ഒരു വാച്ചിന്റെ കമ്പോണന്റോ അല്ലെങ്കിൽ മെഷീൻ പാർട്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് വന്നിട്ട് മെക്കാനിക്കൽ ഡേസിലൊക്കെ വരുന്ന സമയത്ത് മെഷീൻ പാർട്സ് ഒക്കെ ചെറിയ ഇതായിരിക്കും. ആ പാർട്സ് ഒക്കെ വലുതായിട്ട് കാണിച്ചാലേ നമുക്കത് കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ? അങ്ങനെയുള്ള ഇതിന്റെ കേസിൽ നമുക്കത് അങ്ങനെ വലുതാക്കി വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻലാർജ്ഡ് സ്കെയില്. സ്മാളർ ഒബ്ജക്റ്റ് ആർ ഡ്രോൺ ലാർജർ ഡയമെൻഷൻ ദാൻ ഇറ്റ്സ് ആക്ച്വൽ ഡയമെൻഷൻ. അതിനെ പറയുന്നതാണ് എൻലാർജ്ഡ് സ്കെയില്. അത് വരുന്ന സമയത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2:1 അല്ലെങ്കിൽ 50:1 അല്ലെ 100:1 അല്ലെ 3:2. അതായത്
നമ്മളെ ഡ്രോയിങ്ങിൽ അത് 2 സെന്റിമീറ്റർ ഉണ്ടെങ്കിലും അത് ആക്ച്വലി 1 സെന്റിമീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ ഡ്രോയിങ്ങിന്റെ അകത്തിൽ 50 സെന്റിമീറ്റർ ഉള്ളത് ആക്ച്വലി 1 സെന്റിമീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ഡ്രോയിങ്ങിന്റെ അകത്തിൽ കാണിച്ചിരിക്കുന്നത് 1 സെന്റിമീറ്ററേ ഉള്ളൂ. അല്ലെ 3 സെന്റിമീറ്റർ ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് 2 സെന്റിമീറ്ററേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കുന്ന ഇതിനെ പറയുന്നതാണ് എൻലാർജ്ഡ് സ്കെയില്. ലെഫ്റ്റ് സൈഡില് വലിയ വാല്യൂ ആയിരിക്കും എൻലാർജ്ഡ് സ്കെയിലിന്റെ കേസിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡില് കണ്ടോ 50:1 അല്ലെ 3:2, രണ്ടിനെക്കാട്ടി വലുതല്ലോടെ 3. അതാണ് ലെഫ്റ്റ് സൈഡില് വലിയ വാല്യൂ വരുന്ന സമയത്ത് അതാണ് വന്നിട്ട് എൻലാർജ്ഡ് സ്കെയില്. റെഡ്യൂസ്ഡ് സ്കെയില് വരുന്ന സമയത്ത് നമ്മള് വീടിന്റെ പ്ലാൻ ഒക്കെ വരയ്ക്കാൻ നേരത്ത് എങ്ങനെയാണ് നമ്മൾ ആ സെയിം ഡയമെൻഷൻ അതേപടിയാണോ വരയ്ക്കുന്നത്? അങ്ങനെ ആവുന്ന സമയത്ത് പ്ലാൻ ഒക്കെ വരച്ചിട്ട് നമ്മൾ ഒരു പെട്ടിയോട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം കൊണ്ട് കാണിക്കാനായിട്ട് അല്ലേ? നമ്മളത് ആക്ച്വലി ഉള്ളതിനെക്കാട്ടില് ചെറുതാക്കിയായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന ഇതിനെ പറയുന്നതാണ് റെഡ്യൂസ്ഡ് സ്കെയില്. ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ് ആർ സ്മാളർ ദാൻ ദ ആക്ച്വൽ ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ആക്ച്വലി ഉള്ളതിനെക്കാട്ടില് ചെറുതാക്കി വരയ്ക്കുന്നേ അതിനെ പറയുന്നതാണ് റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്നേ അതിനെ പറയുന്നതാണ് റെഡ്യൂസ്ഡ് സ്കെയില്. അതിന്റെ കേസിലാണ് നമ്മുടെ ബിൽഡിംഗ് പ്ലാന്, ടൗൺ പ്ലാന്, വേൾഡ് മാപ്പ് ഒക്കെ വരുന്നത്. അത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1:2, 1:100, 1:50 അല്ലെ 2:3. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ എന്താണ് റെഡ്യൂസ്ഡ് സ്കെയിലാണ്. റെഡ്യൂസ്ഡ് സ്കെയിൽ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡില് ചെറിയ വാല്യൂ ആയിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ചെറിയ വാല്യൂ വരുവാണെങ്കിൽ റെഡ്യൂസ്ഡ് സ്കെയിലും, ലെഫ്റ്റ് സൈഡിൽ വലിയ വാല്യൂ വരുവാണെങ്കിൽ എൻലാർജ്ഡ് സ്കെയിലും. ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്, അവിടെ പോയിട്ട് കൺഫ്യൂഷൻ അടിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഫുൾ സ്കെയിൽ വരുന്ന സമയത്ത്, ഫുൾ സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ സെയിം ഡയമെൻഷനിൽ തന്നെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, നമ്മളിപ്പം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് അതേ സെയിം ഡയമെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ചുമ്മാ വരയ്ക്കാറില്ലേ? എന്താണ് നമ്മുടെ ആക്ച്വൽ ഡയമെൻഷൻ അതേപടി അവിടെ ചെയ്ത് വെക്കുവാണ്, സെയിം ഡയമെൻഷനിൽ തന്നെ. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിനെ പറയുന്നതാണ് ഫുൾ സ്കെയില്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 1:1 റെപ്രസെന്റ് ചെയ്യുന്നത്. ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും തന്നിരിക്കുന്നതിന്റെ അതില് എൻലാർജ് സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് 1:1, അതുപോലെ തന്നെ 1:100, അതുപോലെ തന്നെ 2:3, 3:2 എന്നും പറഞ്ഞ് തരും. ഏതായിരിക്കും ഇതിന്റെ കേസിൽ വരുന്നത്? എ ഓപ്ഷൻ ഇത്, ബി ഓപ്ഷൻ ഇത്, സി ഇത്, ഡി ഓപ്ഷൻ ഇത്. 3:2, 2:3, 1:1, 1:100. ഏതായിരിക്കും ആൻസർ വരുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞേ. തന്നിരിക്കുന്നതിൽ അതില് എൻലാർജ്ഡ് സ്കെയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് എൻലാർജ്ഡ് സ്കെയിൽ വരുന്ന സമയത്ത് 3:2 അല്ലേ? ലെഫ്റ്റ് സൈഡിൽ വലിയ കേസിൽ അതാണ് വന്നിട്ടുള്ളത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ നമ്മുടെ കൺവെർഷന്റെ കേസിലുള്ളത്, ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് ഫുൾ സ്കെയിൽ ഇതാണ്. അതായത് ഫുൾ സ്കെയിലിന്റെ കേസിൽ 1:1, റെഡ്യൂസ്ഡ് സ്കെയിലിന്റെ കേസിൽ 1:n, എൻലാർജ് സ്കെയിലിന്റെ കേസിൽ n:1. അങ്ങനെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ കൺവെൻഷൻ വരുന്ന സമയത്ത് 10 മില്ലിമീറ്റർ വരുന്ന സമയത്ത് 1 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ആകുമ്പം 1 ഡെസിമീറ്റർ, 10 ഡെസിമീറ്റർ ആകുമ്പം 1 മീറ്റർ, അതുപോലെ തന്നെ 10 മീറ്റർ ആകുമ്പം 1 ഡെക്കാമീറ്റർ, 10 ഡെക്കാമീറ്റർ ആകുമ്പം 1 ഹെക്ടോമീറ്റർ, അതുപോലെ തന്നെ 10 ഹെക്ടോമീറ്റർ ആകുമ്പം 1 കിലോമീറ്റർ, അതുപോലെ തന്നെ 100 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാലാണ് 1 കിലോമീറ്റർ വരുന്നത്. അതൊക്കെ ഓർത്ത് വെച്ചോണം. അതാണ് 10 ഹെക്ടോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. എങ്ങനെയാണ് സി ഒരാൾക്ക് വന്നത്? സി ഒന്നും വരത്തില്ല, ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഓരോന്നിന്റെയും കേസിലുള്ള റെക്കമെൻഡഡ് ആയിട്ടുള്ള ഇതാണ്. എൻലാർജ് സ്കെയിൽ കേസിൽ BIS റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇതാണ് ഈ കൊടുത്തിട്ടുള്ളത്. 50:1, 5:1, 20:1, 2:1, 10:1. ഫുൾ സ്കെയിൽ പിന്നെ അറിയാമല്ലോ 1:1. റെഡ്യൂസ്ഡ് സ്കെയിൽ കേസിൽ 1:2, 1:20, 1:200, 1:2000, 1:5, 1:50, 500, 5000, 10, 100, 1000, 10,000 ആണ്. ഇതും നോക്കി വെച്ചോണം. ഒക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സമയം പോകത്തുള്ള വിട്ടേര്, അത് നോക്കിയിരുന്നാൽ മതി. പിന്നുണ്ട് അടുത്തയാണ്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും?
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എല്ലാവർക്കും? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്താണ് ടൈപ്പ് ഓഫ് സ്കെയിൽ. ടൈപ്സ് ഓഫ് സ്കെയിൽ വരുന്ന സമയത്ത് നമുക്ക് പ്ലെയിൻ സ്കെയിൽ ഉണ്ട്, ഡയഗണൽ സ്കെയിൽ ഉണ്ട്, വെർനിയർ സ്കെയിൽ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഇത് സർവേക്കകത്തിലും വരുന്നുണ്ട്, ഇതിന്റെ അകത്തിലും വരുന്നുണ്ട്. സ്കെയിലിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കണ്ടിരിക്കും, ആ ഒരു കേസ് ഓർത്തോണം. ഓക്കെ, പ്ലെയിൻ സ്കെയിൽ വരുന്ന സമയത്ത് എന്താണ് പ്ലെയിൻ സ്കെയിൽ വരുന്ന മില്ലിമീറ്റർ, സെന്റിമീറ്റർ, അല്ലെങ്കിൽ സെന്റിമീറ്ററും ഡെസിമീറ്റർ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ കേസിൽ ഇത് ചെയ്യുന്നതാണ് പ്ലെയിൻ സ്കെയിൽ. അതായത് നമ്മുടെ കയ്യിലുള്ള നോർമൽ സ്കെയിൽ ഇല്ലേ, നോർമൽ സ്കെയിൽ, അതിന്റെ അതിൽ സെന്റിമീറ്ററും മില്ലിമീറ്ററും മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് സക്സസീവ് യൂണിറ്റ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് വന്നിട്ട് പ്ലെയിൻ സ്കെയില്. ഡയഗണൽ സ്കെയിൽ വരുന്ന സമയത്ത് അവിടെ വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ കേസിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. 3 സക്സസീവ് യൂണിറ്റ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതായത് മീറ്റർ, ഡെസിമീറ്റർ, സെന്റിമീറ്റർ അല്ല അങ്ങനെയുള്ള ഇത് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡയഗണൽ സ്കെയില്. 3 സക്സസീവ് യൂണിറ്റ് വരുന്ന സമയത്ത് ഡയഗണൽ സ്കെയിലും. അതുപോലെ തന്നെ ഡയഗണൽ സ്കെയിലിന്റെ കേസിൽ അതിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും അതിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡയഗണൽ സ്കെയിൽ വന്നിട്ട് സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും വരുന്നത്. അത് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നുണ്ട് വെർനിയർ സ്കെയിൽ ഉണ്ട്. വെർനിയർ സ്കെയിൽ വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഡയഗണൽ സ്കെയിലിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് വന്നിട്ട് വെർനിയർ സ്കെയില്. ചെറിയ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് വരുന്ന സമയത്ത് നമുക്ക് വെർനിയർ സ്കെയിലിന്റെ അകത്തിൽ നമുക്ക് വന്നിട്ട് രണ്ട് സ്കെയിലാണുള്ളത്, മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ പ്രൈമറി സ്കെയിലും വെർനിയർ സ്കെയിൽ അല്ലെങ്കിൽ സെക്കൻഡറി സ്കെയിലും. ഇതും ഈ അടുത്തിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഒരു വർക്ക് സൂപ്രണ്ടിന്റെ കേസിൽ ചോദിച്ചാണ്. വന്നിട്ട് വെർനിയർ സ്കെയിൽ വന്നിട്ട് അതിൽ രണ്ട് സ്കെയിലാണുള്ളത്, മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ പ്രൈമറി സ്കെയില്, വെർനിയർ സ്കെയിൽ അല്ലെങ്കിൽ സെക്കൻഡറി സ്കെയില്. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് ലീസ്റ്റ് കൗണ്ട് കാണാനായിട്ട് ഉള്ള ഇതാണ്. ലീസ്റ്റ് കൗണ്ട് സ്മാളസ്റ്റ് മെഷർമെന്റ് നമുക്ക് അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇൻസ്ട്രുമെന്റ് അകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന അതിനെ പറഞ്ഞാണ് ലീസ്റ്റ് കൗണ്ട്. അതായത് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും വരുന്നത്. കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, വെർനിയർ സ്കെയിലിന്റെ കേസിലുള്ള ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ആകെ വിട്ടേര്. ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് വെർനിയർ സ്കെയിൽ വന്നിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ആണുള്ളത്, ഡയറക്റ്റ് വെർനിയറും റെട്രോഗ്രേഡ് വെർനിയറും. ഓർത്തോണം, ഡയറക്റ്റ് വെർനിയർ അല്ലെ ബാക്ക്വേർഡ് വെർനിയർ അല്ലെങ്കിൽ റെട്രോഗ്രേഡ് വെർനിയർ വരുന്ന സമയത്ത്, ഡയറക്റ്റ് വെർനിയറിലെ ബാക്ക്വേർഡ് വെർനിയർ അല്ലെങ്കിൽ റെട്രോഗ്രേഡ് വെർനിയർ, ഇതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മെയിൻ സ്കെയിൽ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വെർനിയർ സ്കെയിൽ റീഡിങ് പോകുന്നത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് റെട്രോഗ്രേഡ് വെർനിയർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർനിയർ. പേരിന്റെ അകത്ത് നിന്ന് കിട്ടും ബാക്ക്വേർഡ് വെർനിയർ. വെർനിയർ ബാക്കിലോട്ടായിരിക്കും പോകുന്നത്. മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇങ്ങോട്ട് 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വെർനിയർ സ്കെയിൽ ഇങ്ങോട്ട് 1 2 3 എന്ന് പറഞ്ഞ് പോകും. അങ്ങനെയുള്ള ഇതിനെ പറയുന്നതാണ് എന്ത്, റെട്രോഗ്രേഡ് വെർനിയർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർനിയർ. ഓർത്തോണം, അതായത് നമ്മുടെ n+1 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ വന്നിട്ട് n നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും ഇട്ടിരിക്കുന്നത്. അതും ഓർത്തോണം. വെർനിയർ റെട്രോഗ്രേഡ് വെർനിയറിനകത്ത് അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർനിയറിനകത്ത് n+1 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ വന്നിട്ട് n ഡിവിഷൻ ആയിട്ട് ഇതായിരിക്കും ഇരിക്കുന്നത്. ഇതിന്റെ അകത്തില് വരുന്ന സമയത്ത് ഇത് ഓർത്തോണം, ഒരു വെർനിയർ സ്കെയിൽ വന്നിട്ട് 1 വെർനിയർ സ്കെയിൽ ഈസ് ഗ്രേറ്റർ ദാൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ, അതായത് നമ്മുടെ വെർനിയർ സ്കെയിലിന്റെ അകത്തിലുള്ള ഈ ഒരു ഡിവിഷൻ ഇല്ലേ, ഇത് വന്നിട്ട് നമ്മുടെ മെയിൻ സ്കെയിലിന്റെ അകത്തിലുള്ള ഈ ഡിവിഷനെക്കാട്ടില് കൂടുതലായിരിക്കും വെർനിയർ സ്കെയിലിനകത്ത്. അതാണ് n+1 വെച്ചിട്ടായിരിക്കും മെയിൻ സ്കെയിലുള്ളത് വെച്ചിട്ടായിരിക്കും n വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിൻ സ്കെയിൽ ഡിവിഷന്റെ അകത്തിലെ ഡിവിഷൻ
ചെറുതും വെർനിയർ സ്കെയിലിന്റെ അകത്തിലെ ഡിവിഷൻ വലുതുമായിരിക്കും വരുന്നത്. ഓർത്തോണം. അതുപോലെ തന്നെ ഡയറക്റ്റ് വെർനിയർ അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയർ. ഡയറക്റ്റ് വെർനിയർ പേരിന്റെ അകത്ത് ഡയറക്റ്റ് വെർനിയർ അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയർ എന്താണ്? മെയിൻ സ്കെയിലിന്റെ അതേ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും വെർനിയർ സ്കെയിൽ മൂവ് ആവുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡയറക്റ്റ് വെർനിയർ അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയർ. റെട്രോഗ്രേഡിന്റെ അകത്തിൽ എങ്ങനെയായിരുന്നു? മെയിൻ സ്കെയിലിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു വെർനിയർ സ്കെയിൽ പോകുന്നത്. ഇതിൽ വരുന്ന സമയത്ത് മെയിൻ സ്കെയിൽ ഇങ്ങോട്ട് 1 2 3 എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് വെർനിയർ സ്കെയിൽ റീഡിംഗും വന്നിട്ട് 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും വെർനിയർ സ്കെയിലും പോകുന്നത്. അങ്ങനെ പോകുന്നതിനെ പറയുന്നതാണ് ഡയറക്റ്റ് വെർനിയർ അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയർ. ഇതിൽ വരുന്ന സമയത്ത് മറ്റേ അതിൽ എന്തായിരുന്നു? n+1 ആയിരുന്നു. ഇതിൽ വരുന്ന സമയത്ത് n-1 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. n ഇതായിട്ട് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും വലുത് വെർനിയർ സ്കെയിൽ ഡിവിഷനെക്കാട്ടിലും. 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് സ്മാളർ ദാൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. മെയിൻ സ്കെയിൽ ഡിവിഷൻ വന്നിട്ട് വലുതായിരിക്കും, ലാർജർ ആയിരിക്കും. ഇതിനെക്കാട്ടില് ലാർജ് ആയിരിക്കും. മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും വലുത് വരുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റേതിന്റെ അതില് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിരുന്നു ലാർജ്, മെയിൻ സ്കെയിൽ ഡിവിഷൻ ചെറുതായിരുന്നു. ഇതിന്റെ AC വരുന്ന സമയത്ത് വന്നിട്ട് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ചെറുതായിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നുണ്ട് കമ്പാരിറ്റീവ് സ്കെയിലും ഉണ്ട്. സ്കെയിൽ ഓഫ് കോഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്കെയിൽ ഓഫ് കോഡ്. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് വെച്ചാൽ എ സ്കെയിൽ ഹാവിംഗ് സെയിം RF റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ബട്ട് ഗ്രാജുവേറ്റഡ് ടു ഡിഫറെന്റ് യൂണിറ്റ്സ്, അതിനെ പറയുന്നതാണ് കമ്പാരിറ്റീവ് സ്കെയിൽ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സ്കെയിൽ. അതെന്ന് വെച്ചാൽ പ്ലെയിനോ അല്ലെങ്കിൽ ഡയഗണൽ സ്കെയിലോ ഉള്ള രണ്ടും ആകാം. അതായത് ഒരു സ്കെയിലിന്റെ അകത്തില് സെയിം RF ആയിരിക്കും, പക്ഷെ ഗ്രാജുവേഷൻ അതായത് അതിന്റെ അകത്തില് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ഇതിലാണ്, യൂണിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് വന്നിട്ട് കമ്പാരിറ്റീവ് സ്കെയിൽ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സ്കെയിൽ. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ പ്രൊട്രാക്ടർ ഇല്ലാത്ത സമയത്ത് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സ്കെയിൽ ഓഫ് കോഡ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക്കാണ് കോണിക് സെക്ഷൻ.